ഏലൂരിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഏലൂരിന്റെ ആകാശം എങ്ങനെ മലിനമായി? എത്രത്തോളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അവിടുത്തുകാർ? എല്ലാം നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദ്യം നമുക്കറിയേണ്ടത് PM 2.5 കുറിച്ചാണ്. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നോക്കിയാൽ, അതിസൂക്ഷ്മ രാസബാഷ്പ മാലിന്യമാണ് PM 2.5. 2.5 മൈക്രോണിൽ താഴെയുള്ള കണികയാണ് ഈ PM 2.5 എന്ന് പറയുന്നത്. ഖരരൂപത്തിലും ദ്രവരൂപത്തിലും ഇത് കാണാം. രാസമാലിന്യം, പുക, പൊടി, കരി എന്നിവയിലെല്ലാം തന്നെ ഇത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിസൂക്ഷ്മമായ രാസബാഷ്പ മാലിന്യത്തെയാണ് PM 2.5 എന്ന് പറയുന്നത്. 2.5 മൈക്രോൺ താഴെ വലിപ്പമുള്ള കണിക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാസമാലിന്യം, പുക, പൊടി, കരി എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഈ PM 2.5 നോക്കിയാണ് വായു മലിനീകരണം അളക്കുന്നത്. ഇനി നമുക്ക് ഏലൂരിലേക്ക് വരാം. ആദ്യം ഒരു കണക്കിലേക്ക് നമുക്ക് പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ വായു മലിനമായ നഗരങ്ങളുടെ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ ഏറ്റവും മലിനമായ നഗരം എന്ന് പറയുന്നത് ബിർനിഹാത്താണ്. 133 മില്ലിഗ്രാം M3 എന്നതാണ് കണക്ക്. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ തയ്യാറാക്കിയ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത്. അസം മേഘാലയ അതിർത്തിയിലുള്ള ബിർനിഹാത്താണ് ഈ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നത്. 133 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്നതാണ് ഇതിൻ്റെ മലിനീകരണ തോത് എന്ന് പറയുന്നത്. നമുക്കിനി രണ്ടാമത് നമ്മുടെ രാജ്യ തലസ്ഥാനമായ ദില്ലിയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ദില്ലിയുടെ വായു മലിനീകരണം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതുമാണ്. അതിൽ 87 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന നിലയിലാണ് ദില്ലിയിലെ വായുമലിനീകരണ തോത്. നോക്കൂ, ബിർനിഹാത്തിനേക്കാൾ ഏതാണ്ട് 40 പോയിന്റിലധികം താഴെയാണ് ദില്ലി എന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത് ഹാജിപ്പൂറാണ്. ബീഹാറിലെ ഹാജിപ്പൂരിലാണ് മൂന്നാമതായി ഏറ്റവും കൂടുതൽ മാലിന്യമുള്ളത്. 85 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന നിലയിലാണ് ഹാജിപ്പൂരിലെ കണക്ക്. നാലാമതുള്ളത് ഉത്തർപ്രദേശ് ദില്ലി അതിർത്തിയിലുള്ള ഗാസിയാബാദാണ്. അവിടെ 78 മില്ലിഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന നിലയിലാണ് കണക്ക്. ഈ പട്ടികയിൽ 21ാമതാണ് ഏലൂരുള്ളത്. നമുക്ക് ആശ്വസിക്കാം, ആദ്യത്തെ 10 ഏലൂരില്ല. പക്ഷേ ഗുരുതരമായ കാര്യം, അവിടെ 37 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന നിലയിൽ തന്നെയാണ് മാലിന്യീകരണ തോതുള്ളത്. അത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി നോക്കാനുള്ളത് വായു ഗുണനിലവാര സൂചികയുടെ കണക്ക്, അല്ലെങ്കിൽ അതിൻ്റെ മാർഗനിർദ്ദേശം എങ്ങനെയെന്നതാണ്. ഈ ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് 24 മണിക്കൂറിൽ പരമാവധി 15 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്ററിൽ താഴെ ആയിരിക്കണം മലിനീകരണ തോത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ അത് 22 മൈക്രോഗ്രാം പെർ 24 മണിക്കൂറിലെ കണക്കാണ്. ഇതിൽ നമുക്ക് 22 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്ററാണിത്. അമേരിക്കയുടെ കുറച്ചുകൂടി കുറവാണ്, നമുക്കത് കാണാൻ സാധിക്കും. 9 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്ററാണ് അവിടെ 24 മണിക്കൂറിനുള്ള വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത്. ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നായ ടോക്കിയോ ജപ്പാനിലാണ്. അവിടെ 15 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന നിലയിലാണ് കണക്ക് വരുന്നത്. നമുക്ക് ഏലൂരിൻ്റെ പ്രത്യേകത കൂടി നോക്കേണ്ടതുണ്ട്. കാരണം 21ാമത് ഉള്ള മലിനീകരണ തോതുള്ള ഏലൂരിൻ്റെ ഭൂമിക എങ്ങനെയാണ്, അവിടുത്തെ സാഹചര്യം, ജനസംഖ്യാ അനുപാതം ഒക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. 435 ഏക്കർ ഭൂമിയാണ് ഏലൂർ എടയാർ വ്യാവസായിക മേഖല എന്ന് പറയുന്നത്. ഇത് പെരിയാർ നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മലിനീകരണ തോത് ഉയരുന്നത്. കാരണം ഈ കമ്പനികളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ തന്നെയാണ്, വായുവും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. അവിടെ 326 കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. 112 റെഡ് കാറ്റഗറി വ്യവസായം. അവിടെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പുകക്കുഴലുകൾ, 120-ലധികം പുകക്കുഴലുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഗുരുതരമായ സാഹചര്യം എന്ന് പറയുന്നത്, ഇത്രയധികം വ്യവസായങ്ങളുള്ള, ഇത്രയധികം മലിനീകരണ തോതുള്ള ഏലൂരിൽ മാത്രം 8500 കുടുംബങ്ങൾ താമസിക്കുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ഈ കുടുംബങ്ങളെല്ലാം തന്നെ ഈ മലിനീകരണത്തിൻ്റെ രൂക്ഷത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് മാലിന്യമൊക്കെ പുറന്തള്ളി മത്സ്യങ്ങൾ അവിടെ പെരിയാറിൽ ചത്തുപോകുന്നതൊക്കെ നിരവധി തവണ നമ്മൾ അന്വേഷിക്കുകയും ചെയ്തതാണ്. ഞങ്ങളുടെ പ്രതിനിധി AB സജീന്ദ്രൻ തന്നെ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തി അവിടുത്തെ രാസമാലിന്യം പുറന്തള്ളുന്നതിൻ്റെ തോത് എത്രത്തോളം ഗുരുതരമാണ് എന്നത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം